നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളോടൊപ്പം ചേരുന്നത് സെൽഫ് കോൺഫിഡൻസ്, ആത്മവിശ്വാസം എന്ന ടോപ്പിക്കുമായിട്ടാണ്. ജോർജ് നെടുമ്പാറ ഇൻസ്പിറേഷൻ 3 ഏവർക്കും സ്വാഗതം. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യണമെന്ന അഭ്യർത്ഥനയോടെ ഒരു കാര്യം നിങ്ങളോട് ചോദിക്കുകയാണ്. നിങ്ങൾ നിങ്ങളിൽ വിശ്വസിക്കുന്നുണ്ടോ? സംശയം കൊണ്ട് ചോദിച്ചതാണേ. നിങ്ങൾ നിങ്ങളിൽ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ ആർക്കും നിങ്ങളെ സഹായിക്കാനാകില്ലെന്ന്. ഈ കാര്യം ഞാൻ ആദ്യമേ അങ്ങോട്ട് പറയുക. നിങ്ങളിലെ ശക്തി നിങ്ങൾ കണ്ടെത്തുന്ന നിമിഷം മുതലാണ് നിങ്ങൾ വളരാൻ തുടങ്ങുന്നത്. യഥാർത്ഥത്തിൽ നമ്മളെ നയിക്കുന്നത് എന്താ? ചിന്തിച്ചിട്ടുണ്ടോ? സത്യങ്ങളാണോ? അല്ല. പിന്നെ എന്താ? ചിന്തകളും വിശ്വാസങ്ങളുമാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. ഈ കാര്യത്തിൽ എൻ്റെ എളിയ അനുഭവം കൂടി ഞാൻ പങ്കുവയ്ക്കുകയാണ്. പലപ്പോഴും എനിക്ക് നല്ലതാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യാനാണ് എനിക്കിഷ്ടം. പക്ഷേ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും ചിലർ അത് ചെയ്യിപ്പിക്കാതിരിക്കാൻ അതും ഇതൊക്കെ പറഞ്ഞുകൊണ്ട് വരും. നിങ്ങൾക്കൊക്കെ അനുഭവം ഉണ്ടായിട്ടില്ലേ? ചിലപ്പോൾ അവർ നമ്മുടെ അഭ്യുതകാംക്ഷികളായിരിക്കും, ബന്ധുക്കളാകാം, അല്ലെങ്കിൽ കുടുംബാംഗങ്ങളാകാം. അവർ സ്നേഹത്തോടെ എന്നോട് പറയുക, ജോർജേ, ഇപ്പോൾ അത് വേണ്ട. പിന്നെ ആട്ടെന്നേ, ഇതാ മഴക്കാർ വന്നു കയറുന്നുണ്ട്, ഈ തിരക്കൊക്കെ ഒന്ന് കുറയട്ടാ, ഒന്നുകൂടി നമുക്ക് ആലോചിക്കാം. അല്ലെങ്കിൽ ആണ്ട് പിറക്കുമ്പോൾ ഐശ്വര്യമായിട്ട് തുടങ്ങാം. അപ്പോൾ മറ്റൊരാൾ പറയാ, അല്ല, താങ്കൾ വിജയിക്കുമെന്ന് എന്താ ഇത്ര ഉറപ്പ്? ഇങ്ങനെ പിന്തിരിപ്പൻ അഭിപ്രായങ്ങൾ മനസ്സിന്റെ പിൻഭാഗത്തു നിന്ന് വരും. ഇതിനെ തുണയ്ക്കുന്ന രീതിയിലുള്ള അഭിപ്രായവും പലരും പറയുന്നിരിക്കും. ഇവിടെ നമുക്കൊന്നേ ചെയ്യാനുള്ളൂ. എന്താ? നമുക്ക് നല്ലതാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ മനസ്സുകൊണ്ട് ഉറച്ച തീരുമാനമെടുത്ത് ചെയ്യുക. അതിനപ്പുറം മറ്റൊരു മാർഗമില്ലെന്നാണ് എളിയവനായ എൻ്റെ വിശ്വാസം. നിങ്ങളെ എല്ലാവരും കൈവിടുമ്പോൾ നിങ്ങൾ സ്വയം വിശ്വാസം, സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാക്കുന്നത് ധൈര്യത്തിന്റെ ലക്ഷണമാണ്. യാഥാർത്ഥ്യത്തെ നേരിട്ടാൽ മതി ധൈര്യം ഉണ്ടാകാൻ. കൊച്ചു കൊച്ചു പ്രവൃത്തികൾ ധൈര്യപൂർവ്വം ചെയ്ത് ശീലിച്ചാൽ നിങ്ങൾ ധീരന്മാരും ധീരവതികളുമാവും. യാതൊരു സംശയവുമില്ല. വെല്ലുവിളിയിൽ പതരാതിരിക്കുവാൻ എന്ത് വേണം? സെൽഫ് കോൺഫിഡൻസ് ഇല്ലാതെ പറ്റില്ല മോനെ. സ്വയം ഉറച്ചു നിൽക്കുന്നവർ ആദ്യം ചെയ്യേണ്ടത് സ്ഥിരത ഉറപ്പാക്കുകയാണ്. ധീരമായ മനസ്സില്ലെങ്കിൽ നിങ്ങളുടെ മാംസപേശികൾ കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? പറയൂ. ഒരു പ്രയോജനമില്ല. മസിൽ പിടിച്ച് നടക്കുന്നവരെ കണ്ടിട്ടില്ലേ? അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ മുന്തിയ പ്രേരണാശക്തി എന്ന് പറയുന്നത് വിശ്വാസമാണ്, കോൺഫിഡൻസ് ആണ്. വിശ്വാസത്തിന്റെ പിൻബലമില്ലാത്ത ശക്തികൾ താൽക്കാലികമാണ്. നമ്മളെ സജീവമാക്കുന്നു എന്താണ്? വിശ്വാസങ്ങളാണ്. അവയില്ലെങ്കിൽ നാം തകർന്നു പോകും. ഈ ധീരത തുടങ്ങുന്നത് എവിടുന്നാ? ആത്മവിശ്വാസത്തിൽ നിന്നാണ്, സെൽഫ് കോൺഫിഡൻസിൽ നിന്നാണ്. എല്ലാം തകരുന്ന, എല്ലാം നഷ്ടമാകുന്ന നിമിഷത്തിലും തല ഉയർത്തിപ്പിടിക്കുന്ന ആളാണ് ഏറ്റവും സമ്പന്നൻ. അതിൽ ഒരാൾ നിങ്ങളായിരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം ഭൂമി അയാളുടേതാണ്. തന്നിൽ തന്നെ ഉറച്ചു വിശ്വസിക്കാൻ കഴിയുന്ന നിമിഷങ്ങളിലാണ് അയാൾ വൻ നേട്ടങ്ങളിലേക്ക് കുതിക്കുക. ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായത് ആ വ്യക്തി തന്നെയാണ്, അവനവൻ തന്നെയാണ്, നിങ്ങൾ തന്നെയാണ്. ആ തിരിച്ചറിവാണ് അയാളെ ആത്മവിശ്വാസത്തിലേക്ക് നയിക്കുന്നത്. നിഷേധിക്കാനാവുമോ? നിങ്ങൾക്ക് എത്രമാത്രം അറിവുണ്ട് എന്നല്ല ഇവിടെ പ്രാധാന്യം. പിന്നെയോ, ഉള്ളത്ര അറിവ് പര്യാപ്തമാണോ, പ്രയോജനപ്പെടുത്താൻ സാധിക്കുമോ എന്നതാണ് പ്രാധാന്യം. അതാണ് ആത്മവിശ്വാസത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത്. മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, തന്നിൽ തന്നെ വിശ്വസിക്കുന്ന ഒരാൾക്ക് മറ്റൊരാളെ ആവശ്യത്തിലേറെ ആശ്രയിക്കേണ്ടതില്ല. വേണോ? എല്ലാവരെയും എപ്പോഴും ഇങ്ങനെ ആശ്രയിച്ചുകൊണ്ടിരുന്നാൽ ആത്മവിശ്വാസത്തിലൊക്കെ വഴി തുറന്നു കിട്ടില്ല. ദൈവവിശ്വാസത്തിൻ്റെ കാര്യമല്ലേ ഞാൻ പറയുന്നത്. ദൈവത്തെ ആരാധിക്കുകയും ആ ഗുണങ്ങൾ സംശയിച്ചെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. തീർച്ചയായിട്ടും ധൈര്യപൂർവ്വം നിങ്ങൾക്ക് നേരിടുള്ള തിരിച്ചറിവും പ്രേരണാശക്തിയും ആത്മവിശ്വാസത്തിൽ നിന്നാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അയാൾക്ക് ലഭിക്കുന്ന, അല്ലെങ്കിൽ ഒരാൾ അയാൾക്ക് കഴിയുന്നതിലും വളരെ കുറച്ച് മാത്രം നേടുന്നതിന്റെ പ്രധാന കാരണം എന്താ? ഭയമാണ്, ഭീരുത്വമാണ്, സങ്കോചമാണ്.
വ്യക്തിത്വ വികസനത്തെ മുരടിപ്പിക്കുന്ന ഏറ്റവും പ്രധാന പ്രശ്നമാണ് ഈ ഭയം എന്ന് പറയുന്നത്. നമുക്കതിനെ തൂത്തറിയണം. അത് ധൈര്യമാകെ കവർന്നെടുക്കും, ചിന്തയെ വികലമാക്കും, ഉത്കണ്ഠയും സംശയവുമായി പിന്നിലേക്ക് ഉൾവലിയാൻ പ്രേരിപ്പിക്കുന്നു. ഏത്? ഈ ഭയം. അതുകൊണ്ടാണ് പറഞ്ഞത്, മറ്റുള്ളവർ എന്ത് വിചാരിക്കും, മോശമായി വല്ലതും പറയുമോ എന്ന് ഭയപ്പെട്ട് സങ്കോചിച്ച് ഉൾവലിഞ്ഞിരിക്കാതെ മുന്നേറണമെന്ന്. അങ്ങനെ ഇരുന്നാൽ എന്താ പറ്റുന്നത് അറിയുമോ? അവരെ ഒരു മൂലയിലേക്ക് ഒന്നുകൂടി ഒതുക്കും, എന്നിട്ടൊരു ചവിട്ടും കൂടെ വെച്ചു കൊടുക്കും. ശരിയല്ലേ? മറിച്ച് നിങ്ങൾ ധീരമായി സന്തോഷത്തോടെ ആത്മവിശ്വാസത്തോടെ സമൂഹത്തിലേക്ക് ഒന്ന് ഇറങ്ങി നോക്കൂ. അവർ നിങ്ങളെ ശ്രദ്ധിക്കും. വിജയങ്ങൾ രചിക്കാൻ പ്രേരിപ്പിക്കുന്നത് വലിയ ബുദ്ധിശക്തിയോ കഴിവുകളോ ഒന്നും അല്ല കേട്ടോ. പിന്നെ നല്ല മനോഭാവങ്ങളാണ്, നല്ല ആറ്റിറ്റ്യൂഡാണ്. അതില്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം, നിങ്ങളിലെ ശക്തി നിങ്ങൾ കാണുന്ന, നിങ്ങൾ തിരിച്ചറിയുന്ന നിമിഷം മുതലാണ് നിങ്ങൾ വളരാൻ തുടങ്ങുന്നത്. അതുകൊണ്ട് ആത്മവിശ്വാസത്തോടെ മുന്നേറാനും ചിന്തിക്കാനും നമുക്കാവട്ടെ. അടുത്ത ദിവസം ആത്മവിശ്വാസത്തെ മെച്ചപ്പെടുത്താം, അതിനെ തടസ്സമായി നിൽക്കുന്ന ഭയത്തെ എങ്ങനെ ദൂരീകരിക്കാം എന്ന കാര്യം നമുക്ക് പങ്കുവയ്ക്കാം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ച ഈ കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തും. നിങ്ങൾ പ്രവർത്തിക്കുന്ന മേഖലയിൽ നിങ്ങളെല്ലാവരും ഉയർന്നു വരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.